ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട MLA എത്തിയിട്ടുണ്ട്, ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരജാഥ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എതിരായി നിൽക്കേണ്ടുന്ന ഒരു ബദൽ ആണ്. ആ ബദൽ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാട്ടിക്കൊടുക്കേണ്ടുന്ന ഒന്നാണ്. അങ്ങനെ കാട്ടിക്കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് പുറത്തിറങ്ങി നടന്ന പുരുഷന്മാരായിരുന്നു, ആണുങ്ങളായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആൺ തൊഴിലാളികളായിരുന്നു നേതൃത്വത്തിലുണ്ടായിരുന്നതെങ്കിൽ ഈ പുതിയ നൂറ്റാണ്ടിൽ ഇരട്ടച്ചൂഷണം അനുഭവിക്കുന്ന പെൺ തൊഴിലാളികൾ ചരിത്രം എഴുതുകയാണ്. വലിയ വ്യത്യാസമുണ്ട്. നൂറ്റാണ്ട് കഴിയുമ്പോൾ വലിയ വ്യത്യാസമാണ്. പ്രദേശവും വടക്കൻ മലബാറുമായി ചേർന്ന് കിടക്കുന്ന ഈ കാസർഗോഡ് കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ പ്രധാനപ്പെട്ടതുമാണ്. ഇവിടെ നടന്ന കർഷക സമരങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കയ്യൂരിലെ സഖാക്കൾ തൂക്കുമരത്തിലേറെ കഥ മുതൽ ധാരാളം മരണങ്ങൾ രക്തസാക്ഷിത്വം. ഈ രക്തസാക്ഷിത്വം വരിച്ചവർ മുഴുവൻ കർഷകർ എന്ന് ചരിത്രം ഇനി വരാനിരിക്കുന്ന തൊഴിലാളി സമര ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആശാവർക്കർമാർ തുടങ്ങി വെച്ച സമരം കേരളത്തിൻ്റെ ഒരു സവിശേഷ തൊഴിലാളി സമരമായി മാറിയത് കേരളം ഇന്നെത്തി നിൽക്കുന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. തൊഴിലാളി സമരങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന സംഘടിത മേഖലയിൽ പോലും ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുവാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിലെ തൊഴിലാളി സമരങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ಶಕ್ತಿ ಕಡಿಮೆ ಇಲ್ಲ. ಬಂಡವಾಳಶಾಹಿಗಳು ಕೇವಲ 1%, ನಾವಿರೋದು 99%. ನಾವು ಇತಿಹಾಸನ ಬರೆಯಕ್ಕೆ ಸಾಧ್ಯ. ಎಲ್ಲ ಸ್ಥಳದಲ್ಲೂ ಇತಿಹಾಸನ ನಿರ್ಮಾಣ ಮಾಡಿದವರು ಕಾರ್ಮಿಕ ವರ್ಗ. ಮುಂದೆನೂ ಕೂಡ ನಾವು ಇತಿಹಾಸನ ನಿರ್ಮಾಣ ಮಾಡ್ತೀವಿ. ಇದಕ್ಕೆ ಏನೇ ಅಡೆತಡೆಗಳು ಬಂದರೂ ಕೂಡ ನಾವು ಮಣಿಯೋದಕ್ಕೆ ಸಿದ್ಧರಿಲ್ಲ ಅಂತ ನೀವು ತೋರಿಸ್ತಾ ಇದ್ದೀರಾ. ಸೊ ಇಲ್ಲಿ ചെലവ് വരുന്നത് ഇന്നിപ്പോ ആളുകൾക്ക് എന്തിനാണ് ചെലവ് കേരളത്തിൽ? ഇന്നിപ്പോ നമുക്കറിയാം, ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പുതിയ പുതിയ രോഗങ്ങളെ കുറിച്ച് വിവരമാണ്. ഇന്നാണ് സംഘടിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 3 നേരം ഭക്ഷണം എങ്ങനെയെങ്കിലും കിട്ടും. അത് ഒരുപക്ഷെ